ഹലോ മച്ചാന്മാരെ, ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയോ? തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരാണ്. ഗുരുവായൂർ കേരള സംസ്ഥാന ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തദ്ദേശ ദിനാഘോഷമാണ് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് എക്സിബിഷൻസും മറ്റ് പല അടിപൊളി കലാപരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഫെബ്രുവരി 18, 19 ഇതെല്ലാം നടക്കുന്നത്. ഹാർട്ട് ഓഫ് ഗുരുവായൂർ എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെയുള്ള ഗ്രൗണ്ടിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് എക്സിബിഷൻ്റെ ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ. കാലത്തെല്ലാം കലാപരിപാടികളൊക്കെ ഉണ്ട്. വൈകിട്ടും പ്രശസ്തരായവരുടെ പ്രോഗ്രാംസ് ആണ്. രാവിലെ ഇഷ്ടമുള്ളവർക്കൊക്കെ പാടാം, ഡാൻസ് കളിക്കാം. അങ്ങനെ പേര് കൊടുത്താൽ അവർക്ക് എല്ലാവർക്കും അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാം. ഇതെല്ലാം നമ്മളെ തൃശ്ശൂരിനെ എല്ലാം മറ്റുള്ളവരുടെ ഉള്ളിൽ മനസ്സിൽ ഇടം നേടിക്കൊടുത്ത കലാരൂപങ്ങളൊക്കെയാണ്. ഫോട്ടോസും ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. കാണാനൊരു രസമാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു പ്രത്യേക ചിന്തകളൊക്കെ വരും തൃശ്ശൂരിനെ സ്നേഹിക്കുന്നവർക്ക്. കുട്ടികൾക്കായിട്ട് ചില എക്സിബിഷൻസ് ഒക്കെ ഉണ്ട് അവിടെ. എക്സിബിഷൻ സ്റ്റോൾസ് മാത്രമല്ല, ചില സയൻസ് വർക്ക്സ്. കേരള സംസ്ഥാനത്തിൻ്റെ ആയതുകൊണ്ട് എല്ലാ ഡിവിഷൻസിനുള്ള സ്റ്റോൾസും അകത്തുണ്ട് കേട്ടോ. സ്റ്റോളിൻ്റെ ഒക്കെ ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ ഒരു ഇനിഷ്യേറ്റീവായിട്ടുള്ള അവരുടെ ചവിട്ടി നിർമ്മാണ യൂണിറ്റ് കണ്ടത്. നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന വേസ്റ്റ് തുണികളൊക്കെ എങ്ങിട്ടെന്ന് ആലോചിക്കണ്ട. അത് ഇതുപോലെയുള്ള കരകൗശല വസ്തുക്കൾ, ചവിട്ടികളെല്ലാം നിർമ്മിക്കാനാണ് അവർ ഉപയോഗിക്കുന്നത്. അതിനായിട്ടുള്ളൊരു യൂണിറ്റ് ഒരു കൊണ്ടുവന്നു കേട്ടോ. ഒരു ഡെമോ പർപ്പസ് ആയിട്ട് ജസ്റ്റ് അവർ കാണിച്ചു തന്നു. നല്ല ക്ഷമയുള്ളവരാ. അവർ ഓരോ തുണിയും എങ്ങനെ ഇട്ടിട്ടുള്ള എനിക്ക് കാണിച്ചു തന്നു. അത് വെച്ചിട്ട് ഞാനും കുറെ തുണിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളായതുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ്. കുറച്ച് നേരം നോക്കിയിരുന്നു ഇവരുണ്ടാക്കുന്നത്. ഒരുപാട് കളർ കോമ്പിനേഷൻസ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വേസ്റ്റ് ക്ലോത്തുകളാണ്. ഇങ്ങനെ റീസൈക്കിൾ ചെയ്ത് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു അഭിമാനം തന്ന പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം ഒരുപാട് സ്ത്രീ ലേഡി ഓൺട്രപ്രണേഴ്സ് ഉള്ള കാലമാണ് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യൂണിറ്റുകൾ, അതായത് എല്ലാം വീട്ടിലൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന അത്ര സൈസേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് അല്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന വേസ്റ്റ് തുണികളാണ് ഇതൊക്കെ. ഞാനിവിടുന്ന് ഒരു ചട്ടി വാങ്ങിയിട്ടുണ്ട്. ഇതാണ് വാങ്ങിയിട്ട്. നല്ലത് ഇട്ടോട്ടാ. ഓട്ടോയിലുണ്ടാവില്ലല്ലോ. നമ്മുടെ ഗവൺമെന്റ് എല്ലാ ഇനിഷ്യേറ്റീവിന്റെ സ്റ്റോഴ്സും ഉണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ കുത്താമ്പുള്ളി ഹാൻഡ്ലൂംസിന്റെ ഉണ്ട്. ഒത്തിരി സെറ്റ് മുണ്ടുകൾ, സെറ്റ് സാരികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമല്ലേ. എന്തായാലും പർച്ചേസിംഗ് ഒക്കെ അടിപൊളിയായിരിക്കും. സ്റ്റേജ് പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നു. അതുപോലെ തന്നെ വേറെയും സ്റ്റോളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. തലേ ദിവസം ഒരുപാട് കലാപരിപാടി നടന്നതിൽ ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് കളിച്ച് ഡാൻസ് മീറ്റ് ആണ് കേട്ടോ. അപ്പോൾ അവർ ഒരു സ്റ്റോൾ നടത്തുന്നുണ്ട് ഐസ്ക്രീമിൻ്റെ. അപ്പോൾ വർത്താനം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ മോനൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. എൻ്റെ തൊണ്ട ചെറിയ എല്ലാം കോളേജുകളാണ്, സ്റ്റിക്കിലാണ്. അത് കാണുമ്പോൾ നമുക്ക് നോസ്റ്റാൾജിയ ഫീൽ ചെയ്യണം. ഒരുപാട് ഈ ചൂടത്ത് ഒരു ഐസ്ക്രീം കഴിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണല്ലോ. കുറച്ച് നടക്കുക എന്നുള്ളതാണ് കേട്ടോ. നടക്കാൻ കുറച്ചുണ്ട്. യൂണിഫോംസിൻ്റെ അതുപോലെ കൊയർ ബോർഡിൻ്റെ ചവിട്ടികൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താ അറിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു എനിക്ക് പ്രത്യേക അട്രാക്ഷൻ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ചവിട്ടി പർച്ചേസ് ചെയ്തു.
നല്ല ക്വാളിറ്റി ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഓർമ്മ. അത് മാത്രമല്ല കൂടുതലും ഓർഗാനിക് പ്രൊഡക്ട്സ് ആണ് ഇപ്രാവശ്യം കേട്ടോ, ഒക്കെ ഓർഗാനിക് കാര്യങ്ങളാണ്. ഇത് ഇങ്ങനെയുള്ള സ്റ്റാളുകൾ അവിടുന്ന് എത്തി നോക്കുമ്പോൾ പിന്നെ നമ്മൾ എത്തുന്നത് ഇതൊക്കെ കഴിഞ്ഞ് അച്ചാർ, പലതരം വെറൈറ്റി അച്ചാറുകളാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും അധികം ആഡ് ചെയ്യാത്ത നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഇദ്ദേഹം തന്നെയാണ്, സരിത തന്നെയാണ് ഇത് ചെയ്യുന്നത്. സരിതയുടെ കൈപുണ്യത്തിൽ 60 തരം അച്ചാർ. അപ്പോൾ സരിതയുടെ ഒരു ഫേമാണത്. ഞാനിവിടുന്ന് അച്ചാർ വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ, ഒരുപാട്. ഞങ്ങൾ ഒരു ലെമണ്ടറിന് വാങ്ങി. അപ്പോൾ നിങ്ങളും വാങ്ങാം. ഓൺലൈനൊക്കെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? അപ്പോൾ ഇതാണ് സരിത കേട്ടോ, സ്റ്റോളൊക്കെ ചെയ്യണ ആളാണ്. നിറയെ നല്ല അച്ചാറാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രൈസ് അതിൻ്റെ വെറൈറ്റികൾ. അതുകൂടി എടുക്കാം. ഞാൻ എത്ര മീൻ്റെ എത്രയാ? സ്വന്തം വീട്ടിലേക്കുള്ള പോലെയാണ് ഇവർ അച്ചാറെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് റെഡിയാക്കുന്നത്. അത് സ്ത്രീ സംരംഭകരുടെ പ്രത്യേകതയാണ്. എന്തായാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലേ? പെർഫ്യൂംസ് കണ്ടു, അത്തർ കണ്ടു. ചിലർ നമ്മളോട് വന്നിട്ട് വാങ്ങിക്കാനൊക്കെ പറയുന്നുണ്ട്, ഡെമോ കാണിച്ചു തരുന്നുണ്ട്. ചിലർ അങ്ങനെയൊന്നും പറയുന്നില്ല, നമുക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കാൻ, നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ എന്നുള്ള ചിന്താഗതിയോട് കൂട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്ലൂമിംഗ് ബഡ്സിലെ കുട്ടികളുണ്ടാക്കിയ ക്രാഫ്റ്റ് പ്രൊഡക്ട്സുകൾ കണ്ടത്. അതും നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു കേട്ടോ. അതേപോലെ മഴവില്ലുണ്ട്, മഞ്ചാടി എടുക്കാൻ പറ്റുമോ? നോക്കാൻ പാടില്ല. 30 മഞ്ചാടി ഉണ്ട്. മഞ്ചാടി എടുക്കണ്ടേ ചോദിച്ചിട്ടാണ്. മുപ്പതല്ലേ? അപ്പൊ എത്ര മഞ്ചാടി കൂടുതലെടുത്തോ? ചെറിയ കുട്ടികൾക്ക് കൂടുതലും കുറയ്ക്കാനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ കൂടുതലാണ് കുറയ്ക്കാനൊന്നും പറയില്ല. കുട്ടികൾ 6 കൂടുതൽ 30-ന് 6 കുറച്ചിട്ട് അവര് പറയുന്നതാണ്. 25 മഞ്ചാടി എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എത്ര മഞ്ചാടി വേണം കഴിയുമ്പോൾ അവര് 5 മഞ്ചാടി എന്നൊക്കെ പറയും. പഠിപ്പിക്കാനുള്ള എഡ്യൂക്കേഷൻ ടെക്നിക്സ് നമ്മള് പെന്നും പേപ്പർ എടുക്കില്ല മാത്രം. LP സെക്ഷനിലൊക്കെ വരുന്ന കുട്ടികളില്ലേ, അവർക്ക് പഠിക്കാനുള്ള ഓരോ മെത്തേഡ്സ് ആണിത്. രസകരമായിട്ടുണ്ട് സംഭവം. അല്ല ഇത് ആദ്യം SME മോഡലില്ല, SME മോഡലില്ല. LP സ്കൂളിലെ കുട്ടികൾ ഒരു ജലവും കുടിക്കുന്ന ജീവനും ഈ പഴത്തിന്മയിൽ നടിപ്പവ മുങ്ങിച്ചു
പച്ചക്കറിയുടെ വിളവെടുപ്പ്. കൃഷിയാണോ? എക്സ്പോ എന്നും കുറേ കാര്യങ്ങൾ ഒറ്റ കുടക്കീഴിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഗവൺമെൻറ് ആയാൽ തന്നെ അവരുടെ പ്രോജക്ട്സും അവരുടെ മെഷീൻസും എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. ഒരുവിധം അവർ സ്റ്റോൾസ് ചെയ്തിട്ടുണ്ട്. അവരുടെ സ്റ്റാഫ്സും ഉണ്ട്, ചിലരൊക്കെ ഡെമോ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ വഴിയിലൂടെ തിരിച്ചു വരുമ്പോഴാണ് മോനെ ഇവിടെ കയറിയിട്ടില്ലെന്ന് നിങ്ങളുടെ തിരികെയാണ്. അപ്പോഴാണ് ഞാൻ ഇതുവരെ കാണാത്ത എൻ്റെ ഒരു സുഹൃത്ത്, അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ഗ്രൂപ്പുണ്ട്, ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ വുമൺ ഓൺടർപ്രണേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. ഫേസ്ബുക്കിൽ 50K മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ഓൺടർപ്രണറാണ് ഈ ഒരാൾ. എന്നെ കണ്ടപ്പോൾ അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വെച്ചത് ആരാണാവോ, ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ ഫോണിൽ നമുക്ക് പരിചയമുണ്ട് വാട്സപ്പ് ത്രൂ. ഹാംലെറ്റ് എന്നാണ് പേര്. അവരുടെ സ്റ്റോളാണിത്. നിറയെ സാരീസും ടോപ്സും ജ്വല്ലറി ഐറ്റംസും ആണ് അവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ വഴിക്ക് പോയി തീർച്ചയായിട്ടും ആളുടെ കടയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗുഡ് ലക്ക് ഹാംലെറ്റ്. ഒരു കൊച്ചു സെൽഫി ഞാനും മോനും കൂടി എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സ്റ്റോളിലെത്തി. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വേരുകളെല്ലാം നിറച്ച് വെച്ചൊരു കുപ്പിയുണ്ട്. അതിൽ പച്ചമരുന്നുകളൊക്കെയാണ്. അതിൽ എണ്ണ ഒഴിച്ച് വെച്ചാൽ നമുക്കത് തേക്കുമ്പോൾ നല്ലതായിരിക്കും, തലയ്ക്ക് തണുപ്പൊക്കെ കിട്ടും. അങ്ങനെ ഒരു സാധനമാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടോ. പിന്നെ ചായപ്പൊടി, കാപ്പിപ്പൊടി, ജിഞ്ചർ ടീ, പിന്നെ നമ്മൾ നാച്ചുറൽ ചോക്ലേറ്റ്, കരിപ്പെട്ടി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. ഇത് ഇടുക്കി ഭാഗത്തു നിന്നും വന്നിട്ടുള്ള സ്റ്റോളാണ്. പിന്നെ കേട്ടിട്ടില്ലേ കല്ലുമിഠായി എന്നുള്ളത്, അതൊന്ന് നോക്കി കേട്ടോ. അതവിടെ ഉണ്ടായിരുന്നു. കാണുമ്പോൾ വാങ്ങിക്കാൻ ഇഷ്ടം തോന്നിയപ്പോൾ അതൊന്ന് എടുത്ത് നോക്കി. കളർഫുൾ ആയിട്ടുള്ള കല്ലുമിഠായി എങ്ങനെയുണ്ട്? വെള്ളാരങ്കല്ല് പോലെ ഉണ്ടല്ലേ. ഇതാണ് കല്ലുമിഠായി. ഇതൊരു വെറൈറ്റിയാണ്. അത് മാത്രമല്ല കണ്ടൊരു കസ്റ്റമേഴ്സ് ഒരുപാട് സംസാരിക്കുന്നവരാട്ടോ. ഒരുപാട് സംശയമുള്ളവരുണ്ട്. അത് രസമല്ലേ? അതൊരു സംശയം തീർത്ത സാധനങ്ങൾ വാങ്ങി കൊണ്ടുപോകാന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് തന്നെയാണ്. ഇത് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഷോപ്പ്, അഡ്രസ് ഉണ്ട്, അങ്ങോട്ട് വന്നാൽ എല്ലാവരും സെറ്റ് ചെയ്ത് വരികയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും എക്സിബിഷൻ പറഞ്ഞാൽ എളുപ്പമല്ല. ഈ പ്രൊഡക്റ്റുകളെല്ലാം കൊണ്ട് വെക്കണം, ഡെമോ കാര്യങ്ങൾ റെഡിയാക്കണം. അപ്പോൾ ഒത്തിരി ടെൻഷൻസ് ആണ്. എല്ലാം വെച്ച് ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ഫുൾ വൈബായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. ഒരുപാട് ഭാഗത്തുള്ളവരൊക്കെ മറക്കാൻ പറ്റുന്നത് കാണാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മളെ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്ടം തോന്നാറില്ല അല്ലേ? പക്ഷെ വേസ്റ്റ് കൊണ്ട് അതിമനോഹരമായ ശില്പങ്ങളാണ് ഇവിടെ ഫുള്ള് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്താ ഭംഗിയെന്നറിയോ? ഞങ്ങൾ വരുമ്പോഴും അവിടെ കലാപരിപാടികളൊക്കെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇത് മിനിയേച്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രൊജക്റ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ ഒരു പരിചയക്കാരൻ വന്നു കേട്ടോ. പണ്ട് എൻ്റെ കൂടെ പഠിച്ചതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടി. അപ്പോൾ നമ്മുടെ എക്സിബിഷൻ അവസാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം സ്റ്റാളുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ശരിക്കും ഒന്ന് ഫുൾ ഫ്ലഡ്ജിൽ കാണണമെങ്കിൽ നാളെ വൈകിട്ട് പോകണം. അതായത് 19-ാം തീയതി വൈകിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കൂടി ആക്റ്റീവായിട്ട്
ഹാൻഡിക്രാഫ്റ്റുകളുള്ള ഷോപ്പായിരുന്നു. കഥകളി, തെയ്യം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാച്യൂസ് ഇതൊക്കെയാണ്. അപ്പം തെയ്യം ഒരു ട്രെൻഡിങ് ആണ്. തെയ്യത്തിൻ്റെ ഡ്രസ്സുകളും വേഷവിധാനങ്ങളൊക്കെ ഗംഭീരമാണ്. ഒന്നും മികച്ചതാണ് എല്ലാം. വെറൈറ്റി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ് തെയ്യം. നിങ്ങൾക്ക് തോന്നിയില്ലേ? പിന്നെ പല സൈസിലുള്ള ആനകളുണ്ട്, ആനക്കുട്ടികളുണ്ട്, നെറ്റിപ്പട്ടം. ഇത്തവണ കൂടുതലായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തത് വാട്ടർ ഫിൽറ്റേഴ്സ് ഉണ്ട്, വേസ്റ്റ് റീസൈക്ലിംഗ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലും ഞാൻ കണ്ടത്. പിന്നെ ഓർഗാനിക്കും ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറോപ്പതി കാര്യങ്ങൾ, അതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇതെങ്കിലും കൂടുതലും അത് തന്നെയായിരുന്നു. റീസൈക്കിൾ കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് പ്രൊഡക്റ്റുകൾ. പിന്നെ ഞാൻ എത്തിയത് ഇവിടെയാണ് കേട്ടോ. ഇവരുടെ സ്വന്തം ബ്രാൻഡാണ്. അവർ സെയിൽ ചെയ്യുന്ന ലിപ് ബാം ഉണ്ട്, മോയ്സ്ചറൈസറുണ്ട്, ഹെയർ കെയർ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ റൂമിങ് മോനുമാണ്. കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയപ്പോൾ ഞാൻ കുറച്ച് നേരം നിന്നു. അവർ പ്രൊഡക്റ്റൊക്കെ ഡെമോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പ്രൊഡക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുടി ഒതുക്കി വെക്കാനുള്ള ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റ് ആയിരുന്നു ഞാനും പർച്ചേസ് ചെയ്തു. അവർ ഡെമോ കാണിച്ചത് മോനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവരൊരു പ്രൊഡക്റ്റ് അവർ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സിബിഷൻ ഇവിടെ തീരുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല ഭംഗിയിൽ വേസ്റ്റ് റീസൈക്ലിംഗ് ആയിട്ട് സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഞാൻ പോയത്, ഇതൊക്കെ കണ്ടതിന് ശേഷം ചുമചിത്രകല ക്യാമ്പ് എന്ന് ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് കലാകാരന്മാർ ചുമചിത്രകല കോഴ്സ് കഴിഞ്ഞവർ ക്യാൻവാസ് ബോർഡൊക്കെ വെച്ച് ചിത്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് മനസ്സിന്ന് സ്കെച്ച് ഇടുന്ന സമയമാണത്. ഒത്തിരി പേരുണ്ട്. കുറച്ച് വെയിൽ ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ ഇവിടെയാണ് നടക്കുന്നത്. നമ്മുടെ ഗുരുവായൂർ ലൈബ്രറിയിലായിരുന്നു. ഇപ്പോൾ വരച്ച് തീർന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നല്ല രീതിയിൽ അവർ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. ടൈം എടുക്കുമല്ലോ, ചിത്രങ്ങളല്ലേ, മനസ്സൊന്ന് വരേണ്ടതല്ലേ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുക്കാം അല്ലേ. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു വരയ്ക്കാനൊക്കെ. പക്ഷേ ആ കോഴ്സ് കഴിഞ്ഞവരെ മാത്രമാണ് അവരത് വരപ്പിക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ ചുമചിത്രകലാ കേന്ദ്രം ഉണ്ട് കേട്ടോ. പഠിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അവിടെ പോയി പഠിക്കാം. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ോട് ബന്ധപ്പെട്ട എന്ത് ചിത്രങ്ങളും വരയ്ക്കാം കേട്ടോ. അപ്പോൾ പ്രോഗ്രാംസ് ഇതൊക്കെയാണ് ഗുരുവായൂർ നടന്നത്. ചിലപ്പോൾ നേരത്തെ വീഡിയോ കണ്ടാൽ പോകാൻ പറ്റുന്നവർക്ക് പോകാം. പിന്നെ ഇനി തലേ ദിവസം ഞാൻ പോയ നാടൻ പാട്ടിൻ്റെ വിശേഷങ്ങളാണ്. നാടൻ പാട്ടിൽ ഇപ്റ്റാം എന്ന് പറഞ്ഞിട്ടൊരു ടീമാണ് ചെയ്തത്. പാട്ടും
പ്രോഗ്രാംസിനൊക്കെ പോയിട്ട് പിന്നെ ഒരു കാലം വരുമ്പോൾ നമുക്ക് പോകാനേ പറ്റില്ല. പിന്നെ പല ലിമിറ്റേഷൻസ് ആണ്. ഇപ്പോൾ വീണ്ടും ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം. കുറച്ച് സുഹൃത്തുക്കളുണ്ട്. തിരുവാതിരയൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അനു, ഗ്രീഷ്മ, അവളുടെ മോള് ഷീന, പിന്നെ ഞാൻ. ഇതേപോലെ 2-3 ആൾക്കാരോട് ഷീന, ദീപ ഒക്കെ ഉണ്ട്. അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ പ്രോഗ്രാംസ് കാണാനുണ്ടായിരുന്നു. ഇതാണ് പ്രോഗ്രാം നടന്നത്. ഞങ്ങൾ പോകാൻ വിരുന്നു.